ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അല്ലാ ഇതിനപ്പം തന്നെ വണ്ടി ഇടിച്ചിനി. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഡേ, ഞങ്ങൾ ഐവിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. അതിൽ ഞങ്ങൾ ഐക്ക് മുംബൈ വിസിറ്റ് ചെയ്തതിൻ്റെ സൗണ്ടൊക്കെ പോയി. അങ്ങനെ നമുക്ക് ചായയൊക്കെ കിട്ടി. ചായയൊക്കെ വാങ്ങി ഓരോരുത്തർ വരുന്നുണ്ട്. സൗണ്ട് പോയിട്ടിങ്ങനെയൊക്കെ എന്തോ പോലെ. ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. കുറേ നേരമായി ഞങ്ങളിങ്ങനെ ക്ലാസ്സൊക്കെ കേട്ട് മതിയായി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ എവിടെയാണെന്നൊന്നും അറിയില്ല. ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇവിടെ. സാധനമൊക്കെ ഇനി ന്യൂ വെക്കാനാവുമോ? ഇതിൻ്റെ ഉള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ID കാർഡ് വേണം. ഇതാണ് നമ്മളെ വ്ളോഗർ. ഇതാണ് നമ്മളെ വ്ളോഗറെ ശരിക്കത്തെ കോലം. ഇങ്ങട്ടാ എന്തെന്നില്ലാത്ത നടക്കല. ജമ്മുവിന്റെ ഫ്ലാറ്റാ. ആ കുട്ടികൾക്ക് ഇവിടെ എന്താണ് സ്റ്റേ ചെയ്യാനുള്ള സ്ഥലമാണ് തോന്നുന്നത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ വീടൊക്കെ ഉണ്ട് അല്ലേ. സ്കൂളുണ്ട്, വീടുണ്ട്, കുട്ടികളെ മറ്റേ അംഗനവാടി, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞങ്ങൾക്കും ഒരു സൈക്കിള് വേണേന്, പക്ഷെ സൈക്കിള് ഞങ്ങൾക്ക് കിട്ടുമോന്നൊന്നും അറിയില്ല. എല്ലാവരും ഒരു ബിസിയില്ല. എല്ലാവരും ക്ലാസ്സൊക്കെ കഴിഞ്ഞ ക്ഷീണത്തിലാ. വിശക്കുന്നുണ്ടപ്പിയ ഫുഡ് കഴിക്കാൻ പോകണമെന്ന് അറിയാം എനിക്ക്. ഗുൽമോഹർ, അതെന്താ ഞാൻ വെച്ച് ഗുൽമോഹർ കേട്ടപ്പോൾ കുറേ ഇതില്ല സ്ഥലമാണെന്ന്. ഇതൊക്കെ ഗുൽമോഹറിനെയാണ് തോന്നുന്നത്. ഒറ്റ നേരം പൂവില്ല, അതിൻ്റെ സീസണല്ല തോന്നുന്നു. അപ്പോൾ അതെവിടെയാണോ ഞങ്ങൾക്കറിയാം. ഞങ്ങളിത് അങ്ങനെ തിരഞ്ഞ് പോവുക. നല്ല എന്തെങ്കിലും ഫുഡായാൽ മതിന്. രാവിലത്തെ ഹോട്ടലിൻ്റെ കുഴപ്പമില്ല, പക്ഷേ എനിക്ക് ഇഷ്ടമായില്ല. എന്താ ചെയ്യുക, നല്ലതൊക്കെ അല്ലേ നമുക്ക് പറ്റുള്ളൂ. ഇത് എന്തെങ്കിലുമൊക്കെ എത്തുമോ? അയ്യോ, ഇവിടെ എന്തോ കല്യാണം, എന്തോ പരിപാടി ഉണ്ട്. നമുക്കൊന്ന് നൈസായി പോയാൽ ഗായ്സ്, നമ്മൾ ഗുൽമോഹർ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റുമോ? ഗുൽമോഹർ ഒന്നുമില്ല, ഇതൊക്കെ പറ്റിക്കില്ല. ടീച്ചർ അവിടെ പഠിക്കുന്ന ആരെങ്കിലും കണ്ടെങ്കിൽ നമ്മള് നല്ല ഇൻട്രസ്റ്റ് ഇല്ലവർ മാത്രം വന്നിട്ട് കാര്യം. ആണ് എൻട്രി. നമുക്ക് മെനു കാണാൻ പോയിട്ട്. മെനു എന്തൊക്കെയാണ് വേണ്ടത്? മാവോ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. നമുക്ക് ഫുഡ് റൈസ് കഴിക്കാം. അതൊക്കെ നമ്മൾ തിന്നുവോ? എന്തോ ഒരു സാധനം അതാണ് മുംബൈ പാവ് ബജി. ആ സാധനം നമുക്ക് തിന്നോക്കണം. എന്തെങ്കിലുമൊക്കെ ഉറപ്പിക്ക്. മിക്കവാറും ഇതിനൊരു അരമണിക്കൂർ ഉണ്ടാവും. ഇതാണ് കഫേറ്റേരിയ. കോളേജ് അവിടെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. നല്ല റേറ്റാട്ടി. കേക്ക് കണ്ടില്ലേ? 16 രൂപ. സ്റ്റുഡൻസ് ഫ്രണ്ട്ലി അല്ല, ഇവർ ഭയങ്കര പറ്റിക്കല. എന്നിട്ടാണ് IIT അല്ലത്. വളരെ മോശം. എന്താ അതിലൊക്കെ നമുക്ക് കയറണം. എന്തെങ്കിലൊക്കെ വാങ്ങുമ്പോഴേ അല്ല, ഇത് നമ്മളെ മലയാളികൾ കാണേണ്ടതാണ്. എത്ര? 94. 31. നമ്മളവിടെ 15 രൂപയ്ക്ക് കിട്ടണ സാധനം ഞങ്ങളെ ക്യാൻറ്റീനിൽ 10 രൂപയ്ക്ക് കിട്ടും. അത് പിന്നെ രസമില്ല. ഗൈസ്, ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് ചേച്ചിയാണ് ഇനി ഓരത് ഉണ്ടാക്കി കൊണ്ട് തരണം. അതുവരെ ഞങ്ങളിങ്ങനെ വെയിറ്റ്. ഇവളിന്നെ ചതിച്ച്. എനിക്ക് തണുപ്പാണെന്ന് അറിഞ്ഞിട്ടും എന്താ കോൾഡ് വാട്ടർ വാങ്ങി വന്ന ദുഷ്ടയാണ്. എൻ്റെ ക്രൂര മനസ്സാണത്. പൊതുവെ ഇവിടെ ഭയങ്കര റേറ്റാണ്. അതിനെക്കൊണ്ട് ഞങ്ങൾ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചു. സുഭാഷ് ക്ലബ് സാൻഡ്വിച്ച് 4 ഉണ്ടാവും വിചാരിച്ച് ഞങ്ങൾ ഓർഡർ ചെയ്ത്. കുഞ്ഞ 2 പീസാ, 4 പീസ്, സോറി. നമ്മൾ പിന്നെ ഇവിടെ പോയാലും അങ്ങനെയാണല്ലോ.
പിന്നെ അവിടെ എന്തിനാ ആ സ്കാനർ ചോദിക്കണ്ടേ? അതൊന്നും പറഞ്ഞിട്ട് കാര്യം നമ്മളടുത്ത് ഇല്ലാന്നുണ്ടെങ്കിലോ. ക്ലബ് സാൻഡ്വിച്ചിന്റെ വലിപ്പം നോക്കി നമ്മളാരായി ക്ലബ് സാൻഡ്വിച്ച് അന്ന് ഇവിടെ ഉണ്ടാക്കിയേ നല്ലതാ. കുടിക്കുന്നതിന് മുന്നേ എന്താ പറയുന്നത്? പൈനാപ്പിൾ ജ്യൂസ് അതിന് എത്രയാ? 85. അമ്മേ അത് പൈനാപ്പിൾ ഒന്നും അല്ല. എങ്ങനെയുണ്ട്? എലഗന്റ് ആണോ ചേച്ചി? കറക്റ്റ് റിവ്യൂ. പൈനാപ്പിളിന് ചൊയയുണ്ട്. 80 റുപ്പീസിന് വേർത്താണോ? അങ്ങനെ ഫസ്റ്റ് സാധനം ഓർഡർ ചെയ്ത് തന്നെ ഫ്ലോപ്പായി. ഫസ്റ്റത്തെ സാധനം തന്നെ അങ്ങനെ ഫ്ലോപ്പായി. ആ ഷാന കണ്ട ഈ റിവ്യൂ ആണ് ഒറിജിനൽ റിവ്യൂ. വെള്ളം ഒഴിച്ചതാ ഗൈസ്. അങ്ങനെ ഞങ്ങളെ സാധനം എത്തി. അതിന്റെ ചായ എന്താ സൗണ്ടൊക്കെ മാറിയോണ്ട് ഞാൻ തണുപ്പിലോട്ട് പോയില്ല. മുംബൈയിലെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകാം. രസമുണ്ടോ നോക്കാം. ചിക്കനൊക്കെ ഉണ്ട് തോന്നുന്നു. വിശക്കുണ്ട്. ഞാൻ തിന്നൂലാന്ന് വരെ ഇങ്ങനെ പറയും. എന്റെ വിശപ്പ് ആരും മനസ്സിലാക്കൂല. അവിടെ ചിക്കൻ ഉണ്ടോക്കി നമ്മള് ചിക്കൻ സാൻഡ്വിച്ച് വാങ്ങിനേ. ചിക്കൻ ലെയർ, ഇത് ഓംലെറ്റ്. ഈ സാധനം ഇടണ ഇതൊന്ന് വെക്കാം. അങ്ങനെ ഇതങ്ങോട്ട് വെച്ച് ശരി. അതിന്റെ വായ കൊള്ളുമെന്നൊന്നും അറിയില്ല. സുഭാഷ് ജ്യൂസ് ഒന്നുമല്ല. ഇവരെന്തോ വാങ്ങി ഫ്ലോപ്പ് ആയതാ. ഇത് ഓക്കെ. ഇതെന്താ സാധനം? അറിഞ്ഞില്ല. ഷാന നല്ല വെട്ടല്ല. ഷാന എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടായി. നല്ല ജ്യൂസി അല്ലേ? അതെന്താ സാധനം എന്താ? അതെന്താ അടിപൊളിയല്ലേ? അതില് കുറച്ചുകൂടെ ചീസി അല്ലേ? ശരിക്കും അവരോട് ചോദിക്കാ വേണ്ടത്. അത് തിന്നോ? അടി ചില സൈഡ് കരിഞ്ഞെന്നുള്ളു, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ഓക്കെ. ചാലിഞ്ച കോൽക്കളി വെച്ചാ ബ്രെഡ് എവിടെ? ഓരോ പറ്റിച്ച് ഞങ്ങൾക്ക് അടിപൊളിയാ. അല്ല ചിക്കനൊക്കെ നല്ല മനസ്സിലായി. പിന്നെ പല്ലൊക്കെ എനിക്കുണ്ട്. നമുക്ക് പിന്നെ ആ ലെവലിലുള്ള ഫുഡ് അവർ തന്നു. അത് പിന്നെ ആൾക്കാരെ നോക്കിയിട്ടാണല്ലോ നല്ലത് തരിക. അത്രേ ഉള്ളൂ. നല്ലത് ചെയ്യുന്നവർക്ക് നല്ലത് കിട്ടും. ഇവരെ ഓർഡർ ചെയ്യല് വിറ്റേനി. ഏക്ക് ചിക്കൻ സാൻഡ്വിച്ച്, ഏക്ക് ഇത്, പിന്നെ അയാളോട് ചായയിലും ഇഞ്ചിലുണ്ട്. ഇഷ്ടാവില്ല. പിന്നെ ഒരു ജ്യൂസും കൂടി ഓർമ്മയില്ല അയാൾക്ക് എന്ത്. പിന്നെ അയാൾക്ക് എന്ത്. അപ്പൊ ഞങ്ങള് തിന്നല് കണ്ടിന്യൂ ചെയ്യട്ടെ. എങ്ങനെയുണ്ട് സാറേ? മുംബൈയിലെ ഫുഡ് എങ്ങനെയുണ്ട്? കാര്യമായിട്ട് സൂപ്പറാ. ഇതെന്നാ മത്തൻ കറിയാ? മത്തൻ കറിയാ? അത് പറയാ എങ്ങനെയുണ്ട് ഫുഡ്? ഹലോ ഗൈസ്. അപ്പൊ അവിടെ എന്തോ കല്യാണമാണ് തോന്നണത്. അപ്പൊ ഒന്ന് കല്യാണം കൂടിയിട്ട് ഈ IIT-യിലെ കല്യാണം കണ്ടില്ല പറയണ്ട ആരും. സീരിയസ്ലി അവിടെ എന്തോ കുറെ പുല്ലൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളില്. ഇതാണ് IIT-ലെ ബാങ്ക്. ആ വാച്ച്മാൻ ഇന്ന് നോക്കി ചിരിക്കും. ഞാൻ അങ്ങനെ എടുക്കണ കണ്ടിട്ട് എന്താ ചെയ്യുക. ഇവിടെ എന്തോ ഉണ്ട്. അപ്പൊ നമുക്ക് ആ സെക്യൂരിറ്റി നമ്മളോട് പറഞ്ഞ് കേറി നോക്കി. കേറിയിട്ട് ഇനി ഇതെന്താ ഫുഡാ നമുക്ക് എടുക്കാൻ പറ്റുമോ?
ഹായ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ എന്തോ ഫുഡ് ഉണ്ടാക്കൽ മേളയാ. വേണ്ട ഓടിപ്പോരാ. കല പറയുകയാണ്. ഇതാണ് ഗുൽമോഹർ. കുറെ നേരം ഇതെന്താ നോക്കി നടക്കുന്നത്. അപ്പൊ ഇതിന്റെ അടുത്താണ് കഫേ. ഞാൻ പിന്നെ വരാം. ചോറല്ല ഇതൊക്കെ തിന്ന് ഈച്ചുണ്ട് കേട്ടോ. മുമ്പേ ഈച്ച ഇതൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരാം. ഓക്കെ ബൈ ബൈ.